അതിന് രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. മാത്രവുമല്ല, സമരം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമരം നടത്തുന്നത് നാടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നാടിന് വേണ്ടി സമര പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വം എത്തുന്നത്, അത് മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാതെ പോയി എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. നരേന്ദ്രമോദി കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിന് വന്നിരിക്കുന്നത് പാലക്കാടാണ്. അതുതന്നെയാണ് പാലക്കാടിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിൽക്കുന്നത് ആരാണ്? നമ്മുടെ ശോഭാ സുരേന്ദ്രനാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ശോഭാ സുരേന്ദ്രനാണ്. നമസ്കാരം. അതായത് പാലക്കാട് നമ്മുടെ പ്രധാനമന്ത്രി ഇലക്ഷന് വന്നിരിക്കുകയാണ്. അതായത് കേരളത്തിൽ ആദ്യമായി വരുന്നത് പാലക്കാടാണ്. പാലക്കാടിന് ഇത്രയും പ്രാധാന്യം നൽകുന്നതിന് കാരണം എന്താണ്? ഒന്ന്, പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 2 തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 15 വർഷം പാർലമെൻറ്റിൽ പോയ ശ്രീമാൻ NN കൃഷ്ണദാസിനെ ഇടതുപക്ഷത്തെ 3ാം സ്ഥാനത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ടാണ് BJP അവിടെ 2ാം സ്ഥാനത്ത് വരുന്നത്. അത് BJPയുടെ ആദ്യത്തെ വരവായിരുന്നു. ആ 2016 ശേഷം നീണ്ട 10 വർഷക്കാലം മുന്നോട്ട് പോയി. ഈ 10 വർഷക്കാലത്തിന് ശേഷം ഇന്ന് പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലാണെങ്കിലും പാലക്കാട് അസംബ്ലിയിലും ഈ പാർട്ടി അങ്ങേയറ്റം വലിയ ഒരു കരുത്തോടു കൂടി നിലനിൽക്കുകയാണ്. 2 മുന്നണികളും പഠിച്ച പണി 18 നോക്കിയിട്ടും പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം നഷ്ടപ്പെടുത്താൻ വേണ്ടി സാധിച്ചില്ല എന്ന് മാത്രമല്ല, പാലക്കാട് മുനിസിപ്പാലിറ്റി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച പാലക്കാടിലെ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇവിടെ ഈ നാട് വികസിക്കുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം, ആ ആഗ്രഹം, അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഞാനാണ് ഗ്യാരണ്ടി എന്ന് ഇന്നലെ മോദിജി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവരുടെ പാലക്കാടിലെ ശോഭയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രവർത്തന മണ്ഡലം വളരെയധികം കരുത്താർജിച്ചു. കാരണം എനിക്ക് തണലായി ഞാൻ പറയുന്ന വികസന പദ്ധതികളിൽ മുഖം ചേർത്ത് കറക്റ്റായി നോക്കിക്കണ്ട് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുണ്ട് ഗ്യാരണ്ടി ആയിട്ട് എന്ന് ജനങ്ങളോട് പറയാൻ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുള്ളത് അങ്ങ് തിരുവനന്തപുരത്ത് മാത്രമല്ല, സംഘടനയുടെ ദൃഷ്ടിയിൽ അദ്ദേഹം പറഞ്ഞല്ലോ, എത്രയോ വർഷം പൊതുപ്രവർത്തനത്തിൽ നിന്ന ഒരു സ്ത്രീ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത്, എപ്പോഴും 33% സംവരണം ഇന്ത്യയിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം എത്രയോ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ രക്ഷപ്പെടുമ്പോൾ, അതായത് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേരുമ്പോൾ, ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ, അത് രാഷ്ട്രീയമാകട്ടെ, സാംസ്കാരിക മേഖലയാവട്ടെ, വിദ്യാഭ്യാസ മേഖലയാവട്ടെ, ആ നാട് ശക്തിപ്പെടും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പോയിന്റിന് കൂടുതൽ അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വന്ന ശേഷമുള്ള നമ്മുടെ അനുഭവം എന്താണ്? പാലക്കാടിലെ ജനങ്ങൾക്ക് അതിനുശേഷം, അദ്ദേഹം പോയതിനു ശേഷം ഇന്നലെ ഒരു 6ഓളം സ്ഥലങ്ങളിൽ എനിക്ക് പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് പോകാനുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ മാറ്റിവെച്ച പ്രോഗ്രാംസ് എല്ലാം തന്നെ വൈകിട്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ പാർട്ടിയുടെ പ്രവർത്തകന്മാർ വളരെയധികം കരുത്താർജിച്ചു. കാരണം അവർക്കൊക്കെ വല്ലാത്ത ഒരു ഊർജവും, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഈ തീ ചൂടിൽ, അതായത് ഉച്ചയെന്നോ അല്ലെങ്കിൽ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഏതാണ്ട് ഇന്നലെയൊക്കെ ഞങ്ങൾ ഉറങ്ങാൻ പോയിട്ടുള്ളത് 2 മണി സമയത്താണ്. അപ്പോൾ ഫീൽഡിൽ പണങ്ങുകയാണ് ആളുകൾ. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വരാൻ 1.5 മണിക്കൂർ വൈകി. ഈ 1.5 മണിക്കൂർ വൈകാൻ കാരണം മാത്തൂരിലെ 2 SC കോളനികളിൽ അമ്മമാർ എന്നെ കാത്തിരുന്നു. അവർ BJPക്കാരല്ല, കാലാകാലമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന അമ്മമാർ പറയുകയാണ്, ശോഭ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ, വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൈ പിടിച്ച്, നിന്റെ സ്ഥാനാർത്ഥി വരട്ടെ, അവിടുത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞാണ്, നിന്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ അടുത്ത് വരട്ടെ, ഞങ്ങളുടെ കൈ പിടിക്കട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ശോഭയ്ക്ക് എത്തവണ വോട്ട് കൊടുക്കൂ എന്ന് പറയുന്ന അമ്മമാരുള്ള ഒരു പ്രദേശത്ത് 50 വീട് ഞാൻ കയറി എന്നുള്ളതാണ്. വീടുകൾ കയറാനായിട്ട് ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലല്ലോ, ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ആളുകൾ സ്ഥാനാർത്ഥിയെ കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ സിനിമാ നടിയല്ലല്ലോ.
അതായത് ഒരു പച്ചക്കറി കടയിൽ പോയാലോ, ഒരു തുണിക്കടയിൽ പോയാലോ, അതല്ലെങ്കിൽ അമ്മമാർക്കിടയിൽ പോയാലോ, ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ, ഇന്നലെ അവർ പറഞ്ഞത് എന്താണ്, പാലക്കാടിലെ ഞങ്ങളുടെ ശോഭ ചേച്ചിക്ക് വേണ്ടി ഒരു സംഗീത വിരുന്ന് ഒരുക്കണം. BJP-കാർ മാത്രമല്ല. അപ്പോൾ ആ സംഗീത വിരുന്ന് ഒരുക്കിയാൽ മാത്രം പോരാ, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരമ്മയെ പോലെ കാണുന്ന എന്നെ, അമ്മ ബുള്ളറ്റിൻ്റെ മുകളിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ബുള്ളറ്റിൻ്റെ മുകളിൽ എന്നെ ഇരുത്തി എനിക്കൊരു ചായയും വാങ്ങി തന്ന് അവർ ഓപ്പോസിറ്റ് ഇരുന്ന് ഒരാൾക്ക് ഗിറ്റാർ വായിക്കണം. അത് അവരുടെ സ്വപ്നമാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ ഞങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ ഒരു ജെൻസി മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ തുടങ്ങിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം ഫുട്ബോൾ ഗ്രൗണ്ടിലായിരുന്നു. ഗ്രൗണ്ടില്ല, ആറാൻ്റെ പറമ്പ്, അത് വെട്ടി വൃത്തിയാക്കിയിട്ട് അവിടെയാണ് ദിവസങ്ങൾ നീണ്ടു നിന്ന ഫുട്ബോൾ കളിയുണ്ടായത്. ഏറ്റവും വലിയ ട്രോഫി ഞാനാണ് അവരുടെ കൈകളിലേക്ക് കൊടുത്തത്. ഞാൻ അവിടെ ഒരു വാക്ക് കൊടുത്തു അവരോട്. കാരണം 300 കോടിയുടെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അത് പാലക്കാട് കൊണ്ടുവരുമെന്നും അതിന് വേണ്ടി വന്നാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി വരെ കൈപിടിച്ച് ശോഭയ്ക്ക് താങ്ങായി തണലായി ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാലക്കാട് മാറുമ്പോൾ ആൺകുട്ടികൾക്കും ഒക്കെ പ്രതീക്ഷ കൂടുകയാണ്. അങ്ങനെ എന്നെ ആ ബുള്ളറ്റിൻ്റെ മുകളിലിരുത്തി അവരുടേതായിട്ടുള്ള കലാഭവൻ മണിയുടെ പാട്ടുകൾ പാടി. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പാട്ട്, ഒരു സിനിമാ പാട്ട് അവർ പാടിയത് ഒരു കാമുകൻ കാമുകിയോട് പാടുന്ന ഒരു പാട്ടാണ്. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ആ പാട്ട് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മക്കളല്ലേ, അപ്പം ഞാൻ അമ്മയല്ലേ, അപ്പോൾ അമ്മയ്ക്ക് പറ്റിയ ഒരു പാട്ട് അത് പാടിയാലേ ഇത് കാണുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഘടന മനസ്സിലാവുള്ളൂ. അപ്പോൾ അവർക്കത് മനസ്സിലായി. ഉടൻ തന്നെ അവർ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന് പറയുന്ന ഒരു പാട്ടിലേക്ക് അവർ കടന്നു. അവസാനം ഞാൻ ചോദിച്ചു, നമുക്ക് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണ്ടേ, ഈ നാടിനെ മുന്നോട്ട് നയിക്കണ്ടേ? അപ്പോൾ പാട്ട് നമ്മുടെ നാടിനോട് സ്നേഹമുള്ള ഒരു ഗണഗീതം പാടിയാൽ എന്താണ്? പിന്നീട് അവർ വളരെ എന്താ പറയുക, അവരെല്ലാം തന്നെ ഹൃദയം ചേർത്ത് വയ്ക്കുന്ന രീതിയിൽ നമ്മളെ സ്വീകരിക്കുന്നു. ഈ കാഴ്ചകളെല്ലാം കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വികസനമില്ലാത്ത പാലക്കാട്. അവർ സുവർണ കോറിഡോറിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഈ പാലക്കാടിനെ കോയമ്പത്തൂരുമായി തമിഴ്നാടുമായി കണക്ട് ചെയ്യുമ്പോൾ ആ സുവർണ കോറിഡോറിൽ IT പാർക്കുകൾ വരണമെങ്കിൽ, അതിനിടയിൽ ടെക്സ്റ്റൈൽ പാർക്കുകൾ വരണമെങ്കിൽ, ഇവിടെ തന്നെ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാകണമെങ്കിൽ, സ്റ്റാർട്ടപ്പിൻ്റെയും സ്റ്റാൻഡപ്പിൻ്റെയും മേക്ക് ഇൻ ഇന്ത്യയും ഉണ്ടാകണമെങ്കിൽ, ഇവിടെ മോദി ഹൃദയം ചേർത്ത് വെക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഒരാൾ ഇവിടെ നിന്ന് ജയിച്ച് MLA ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉറപ്പുണ്ട് 5 കോടിയുടെ വികസന പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിയമസഭയിൽ പോകുന്നത്. എൻ്റെ സുഹൃത്തും എനിക്ക് വഴികാട്ടിയുമായിട്ടുള്ള കർണാടകയിൽ നിന്ന് വളർന്നു വന്ന ശോഭാ കരന്തലേജെ കഴിഞ്ഞ 3 ദിവസം എനിക്ക് വേണ്ടി ഈ മാത്തൂരിലെ, കണ്ണാടിയിലെ, പിരായിരിയിലെയൊക്കെ പാടശേഖര സമിതിക്കാർ കൊടുത്ത നിവേദനങ്ങൾ പരിശോധിക്കാൻ എൻ്റെ അരികിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വലിയ അഭിമാനമല്ലേ. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കർണാടകയിൽ നിന്ന് ശോഭാ കരന്തലാജയും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വാനതിയല്ല തമിളിസയും കേരളത്തിൽ നിന്ന് ശോഭയും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതെല്ലാം അവരുടെ ഒരു കരുതലും തലോടലും എൻ്റെ നിയോജക മണ്ഡലത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ എനിക്ക് ശക്തി കൂടുകയാണ്. എനിക്ക് അറിയാം, ഞാനൊരു കാര്യം കണ്ണാടിയിലെ കർഷകന്മാർക്ക് വേണ്ടി തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കി തരാനും ആ നിവേദനം പരിശോധിക്കാനും മനസ്സിലാക്കാനും ഈ പാലക്കാട് നിന്നുള്ള MLA നിയമസഭയിൽ ഈ വിഷയം വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ബോധ്യം എനിക്ക് മാത്രമല്ല നാട്ടിലെ ജനങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി നേരിട്ട് വന്നു. ആദ്യമായി കേരളത്തിൽ BJP പ്രചരണം ഇവിടെയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത് മുഖ്യമന്ത്രി, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി വന്നിട്ടാണ് ശോഭാ സുരേന്ദ്രനെ കൈപിടിച്ച് ആദ്യം തന്നെ നോമിനേഷൻ കൊടുക്കാൻ കൊണ്ടുപോയത്. അത്രയും പ്രാധാന്യം നാഷണൽ ലെവലിൽ ശോഭാ സുരേന്ദ്രന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും അംഗീകാരം ഇത്രയും കാലമുണ്ടായിട്ടും ശോഭാ സുരേന്ദ്രൻ തരാതെ ഓരോ സ്ഥലം തട്ടി കളിക്കുകയായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് 40,000 വോട്ട് നേടി കേരളത്തിൽ BJPക്ക് അടിത്തറ പാകിയ പാലക്കാട് തന്നെ നമ്മളെ വീണ്ടും കൊണ്ടുവരാൻ കാരണം എന്താണ്? ഒന്ന്, പ്രസ്ഥാനം എപ്പോഴും നോക്കുന്നത് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ദേശീയ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ അമിത്ഷാജിയുടെ കൂടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലിരുന്നു. നദ്ദാജിയോടൊപ്പം പ്രവർത്തിച്ചു നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. രാജ്നാഥ് സിംഗ് ജിയാണ് ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് 2 സ്ത്രീകളെ സെലക്ട് ചെയ്തപ്പോൾ കേരളത്തിൽ നിന്നും ശോഭ വരട്ടെ എന്ന തീരുമാനമെടുത്തത്. ആ നീണ്ട വർഷങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് നമുക്ക് പരിചയമുണ്ട്, ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മഹിളാ സമന്വയ സമിതി എന്ന് പറയുന്ന ഒരു വലിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 12 സ്ത്രീകളിൽ ഒരാളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെയും തെലങ്കാന സംസ്ഥാനത്തിൻ്റെയും ചാർജുണ്ട്. അപ്പോൾ ഭാഗ്യവശാൽ ഇവിടെയെല്ലാം ഉള്ളവർ വലിയ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ജൂനിയേഴ്സായിട്ട് ആ കമ്മിറ്റിയിൽ ഓരോ സംസ്ഥാനത്തു നിന്നും വരുന്നത് അവിടുത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിമാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
അവിടെ 12 പേരിൽ ഒരാളായി ഈ 12 പേര് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങളുടെ ജൂനിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്, ഞാൻ ഇതുവരെ MLA ആയിട്ട് ജയിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ കൂടെ ഞങ്ങളുടെ ഘടകത്തിൻ്റെ താഴെ പ്രവർത്തിക്കുന്നവർ അത്രയും മന്ത്രിമാരായിട്ടുള്ള ആളുകളാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉപയോഗപ്പെടുത്തിയിട്ട് അത് എന്താ പറയുക, പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറയണ പോലെ അത് ഉപയോഗപ്പെടുത്തി പറഞ്ഞു നടക്കുകയോ അത് ഫ്ലക്സ് ബോർഡ് വെക്കുകയോ ഈ ചെയ്യുന്ന പാരമ്പര്യമൊന്നും എനിക്കില്ല. ഞാൻ നീണ്ട എത്രയോ വർഷങ്ങളായിട്ട് 2 പതിറ്റാണ്ടിലധികം എന്നെ മോദിജിക്ക് നേരിട്ടറിയാം. അപ്പോൾ മോദിജി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, വൈബ്രന്റ് ഗുജറാത്ത് അവിടെ നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ആ വൈബ്രന്റ് ഗുജറാത്തിലേക്ക് ജയിച്ച ജനപ്രതിനിധികൾ ഏത് പാർട്ടിക്കാരോ ആവട്ടെ എന്നാണ് പറഞ്ഞത്, BJP-ക്കാർക്കും പോകാം, മറ്റു പാർട്ടിക്കാർക്കും പോകാം, ഏതാണ്ട് ഒരു 14ഓളം 2 പാർട്ടിയിലെയും ആളുകൾ, ഫോട്ടോയിലൊന്നും അവർ നിന്നില്ല, പക്ഷേ 2 പാർട്ടിയിലെയും ആളുകളെ 6ഉം 8ഉം എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ, അത് 14ആണോ അത് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്, അവരെയും BJP-യുടെ 55ഓളം 60ഓളം മെമ്പർമാരെയും കൊണ്ട് വൈബ്രന്റ് ഗുജറാത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞാൻ പോയിരുന്നു, അവിടെ ചെന്നു. ആ സമയത്ത് എല്ലാവരെയും നിർത്തിക്കൊണ്ട്, BJP-ക്കാരാണ് കൂടെ നിന്നത്, ബാക്കിയുള്ളവർ ആ സമയത്ത് ഫോട്ടോയുടെ സമയത്ത് മാറി നിൽക്കുകയാണ് ചെയ്തത്. കാരണം അവരെ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വേലിക്കെട്ടിനകത്ത് തളച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് മോദിജി ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങളെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നു, എല്ലാവരെയും അരികിൽ നിർത്തി ഫോട്ടോ എടുപ്പിക്കുന്നു. അന്ന് മുതൽ ശോഭ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നാഷണൽ ലീഡർഷിപ്പിന് അറിയാം. അപ്പോൾ എൻ്റെ കടമ അത് വർദ്ധിക്കുകയാണ്. കാരണം നേരത്തെ ചോദിച്ചല്ലോ, ഓരോ സ്ഥലത്തും നിർത്തുന്നു, ഒരു സ്ഥലത്ത് നിർത്തുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തെല്ലാം BJP വിജയിക്കുകയാണ്, ശോഭ പരാജയപ്പെടുന്നു, ശരിയാണ്, പക്ഷേ BJP ജയിക്കുകയും വ്യക്തിപരമായിട്ട് ഞാൻ പരാജയപ്പെടുന്നതിൽ എന്താ ദുഃഖമുള്ളത്? കാരണം BJP പറയുന്നത് വ്യക്തി അവസാനമാണ് എന്നാണ്. സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് വ്യക്തി സമൂഹത്തിലേക്ക് പടരുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു വിളക്ക് കത്തുന്നത് പോലെ പ്രശോഭിക്കുക. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ശോഭയുടെ വിജയം അത് പ്രസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ടാവും. ആ തീരുമാനിച്ച സമയമാണ് ഈ പാലക്കാട്. കാരണം ഞാൻ B+ മത്സരിച്ചു, C+ മത്സരിച്ചു, ഒരു A+ മണ്ഡലം. എൻ്റെ ഇത് 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും 9 തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ മത്സരിച്ചത് B ക്ലാസോ C ക്ലാസോ മണ്ഡലത്തിലാണ്. ഇത്തവണ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ ശോഭ പോയാൽ മതി എന്നവർ തീരുമാനിച്ചത് ഞാൻ മാത്രമല്ല, പല ആളുകളും അങ്ങനെ A ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. കാരണം കേരളം പാകമാവാൻ തുടങ്ങിയിരിക്കുന്നു. BJP നേതൃത്വം നൽകുന്ന NDAക്ക് കേരളത്തിൻ്റെ ഭരണകൂടത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള സമയമായിരിക്കുന്നുവെന്നുള്ള ആ എൻ്റെ ഒരു പോയിന്റിന് വളരെ വലിയ സന്തോഷവും അതിന് അംഗീകാരം കിട്ടിയതുപോലെയാണ് മോദിജി ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ളത്. അതായത് നാളത്തെ ഭാവി മുഖ്യമന്ത്രി എന്നുള്ള പ്രതീക്ഷയിലാണ് BJP നേതൃത്വമടക്കം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അർത്ഥം. അല്ല, ഭാവി മുഖ്യമന്ത്രി ശോഭ എന്നുള്ളതല്ല, BJPക്ക് ഭാവി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും ആ ഭാവി മുഖ്യമന്ത്രിയുടെ ഒരു ടീം, ആ ടീം കേരളത്തിൽ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് BJPയുടെ ടീമിനെ കുറിച്ചുള്ള ഒരു സൂചന മോദിജി നൽകിയത്. മോദിജിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. മോദിജി വരുന്നത് വാരണാസിയിൽ നിന്നാണെങ്കിലും അത് കാശി വിശ്വനാഥന്റെ സ്ഥലമാണെന്നും അദ്ദേഹം പറയുന്നതിനെല്ലാം തന്നെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള മീനിങ്ങുകളുണ്ട്. ആ കാശി വിശ്വനാഥനുമായിട്ട് ബന്ധമുള്ള സ്ഥലമാണ് കൽപ്പാത്തി എന്നുകൂടി അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടായി. എന്താ അതിനർത്ഥം? കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ്. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് അഗ്രഹാരങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ കൽപ്പാത്തിയിലെ പ്രത്യേകമായിട്ടുള്ള സഹോദരീ സഹോദരന്മാരോട് അദ്ദേഹം പറയുകയാണ്, പുണ്യസ്ഥലങ്ങൾ തേടിക്കൊണ്ട് ഇവിടെ നിന്ന് തീർത്ഥാടനത്തിന് വേണ്ടി പോകുമ്പോൾ ഇവിടെ തന്നെ നമ്മുടെ കാശിക്ക് തുല്യമായിട്ടുള്ള, കാശിക്ക് പാതിയായിട്ടുള്ള കൽപ്പാത്തിയെ പ്രൗഢമാക്കണം എന്നാണെങ്കിലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ അതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. ഇവിടെ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞൊരു കാര്യം, ഷാരടി പറഞ്ഞൊരു കാര്യം, ഈ സമരം നടത്തിക്കൊണ്ട് സംസ്കാരം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ സമരം നടത്തുകയും തലമണ്ട അടിച്ച് പൊട്ടിക്കുകയും പല്ല് അടിച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തൊരു സാധനം നമുക്കുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിന് രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. മാത്രവുമല്ല, സമരം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമരം നടത്തുന്നത് നാടിന് വേണ്ടിയിട്ടാണ്. അപ്പം നാടിന് വേണ്ടി സമര പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വം എത്തുന്നത്, അത് മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാതെ പോയി എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അദ്ദേഹം തോമസ് ഐസക്കിനെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ് ഞാൻ. അപ്പോൾ തോമസ് ഐസക്കിനെ കുറിച്ച് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നാണ് ഈ വാർത്തയുണ്ടായത്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിന് യഥാർത്ഥത്തിൽ മറുപടി കൊടുക്കേണ്ടത് തോമസ് ഐസക് അല്ലേ? അപ്പം അതിനകത്ത് മറുപടി കൊടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയുമോ? സമരം നടത്തിയവർ, അടികൊണ്ടവർ, തലപൊട്ടിയവർ, കൈയും കാലും നഷ്ടപ്പെട്ടവർ, ഇവിടെ
ആവശ്യമില്ലാതെ, അതായത് സ്വാശ്രയ കോളേജ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് MP രാഘവനെതിരെ സമരം ചെയ്യാൻ പോയി. ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ, അവിടെ ജീവിച്ചിരിക്കെ രക്തസാക്ഷിയായിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ച ഒരു പാർട്ടി ഇന്ന് ആ സമര സംഘടനയിൽ പ്രവർത്തിച്ച സ്ത്രീകൾക്ക് സീറ്റ് വരെ കൊടുക്കാത്ത ഒരു പാർട്ടി, ആ പാർട്ടിക്ക് മൗഢ്യമാണ്. അതുകൊണ്ട് ആ പാർട്ടി മറുപടി പറയാനുള്ള തൻ്റെ ഇടം കാണിച്ചില്ല. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവരും പറയണം. അവർ പറയേണ്ടതാണ്, സമരം നടത്തിയാൽ സംസ്കാരം നഷ്ടപ്പെടില്ല, പക്ഷെ സമരം നടത്തുന്നവർക്ക് സംസ്കാരം കൂടി വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഗവർണർ കേരളത്തിലെ ഈ കോളേജുകളിലെ വലിയ മൂവ്മെന്റ് ഉണ്ടാകണമെന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരുത്തു തെളിയിച്ച വിദ്യാർത്ഥികളുള്ള നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ പഠനത്തിൻ്റെ നിലവാരം കുറയുന്നുവെന്ന് പറഞ്ഞ ആ ഗവർണറെ തടയാൻ വേണ്ടി ഗവർണറെ പ്രധാന പോലീസ് ഓഫീസർമാർ ശരി ഗവർണർക്ക് ഒന്നും പറ്റരുത് എന്ന് കരുതി കൂടെ നിൽക്കുമ്പോഴും സംസ്കാരശൂന്യരായിട്ടുള്ള SFIയുടെയും DYFIയുടെയും ചെറുപ്പക്കാർ പറഞ്ഞത്, അവർ സ്വീകരിച്ച നയമെന്ന് പറഞ്ഞത് എന്തായിരുന്നു? അവിടെ സമരത്തിന് പോയ മഹിളാ കോൺഗ്രസിന്റെ സഹോദരിയെ തല അടിച്ചു പൊട്ടിക്കാൻ പരിശ്രമിച്ചു. എന്നാൽ തല അടിച്ചു പൊട്ടിച്ച് ആ സ്ത്രീ കിടക്കയിൽ നിന്ന് എണീക്കാൻ സാധിക്കാതെ അവൾ എന്നേക്കും അസുഖബാധിതയായിട്ട് മാറിയപ്പോൾ ഈ പിഷാരടിയെ നമ്മൾ എവിടെയും കണ്ടില്ല. ഒരു സമാധാന വാക്ക് പറയാനോ, എൻ്റെ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എങ്കിൽ ആ കോൺഗ്രസ്സിലെ ദുരിതമനുഭവിച്ച ഒരു സ്ത്രീയെ കാണാനോ പോകാത്ത ഒരാളാണ് സമരം നടത്തിയാൽ സംസ്കാരം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ സമരം നടത്തുന്നവർക്ക് സംസ്കാരം വേണം. സംസ്കാരമുള്ളവർ കേരളത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളെല്ലാം തന്നെ കേരളത്തിൽ നല്ല രജത രേഖകളായിട്ട് നിലകൊണ്ടിട്ടുണ്ട്. ആ സമരത്തിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നടത്തിയിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ ട്രൈബൽ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ വേട്ടയാടപ്പെട്ടപ്പോഴാണ്. ആ പെൺകുട്ടികളെ 10 വയസ്സും 12 വയസ്സുമുള്ള പെൺകുട്ടികളെ മൃഗീയമായിട്ട് അവിടെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ള വാർത്ത കേരളത്തിൽ പുറത്തു വന്നപ്പോൾ അവിടെ 48 മണിക്കൂർ സമയം കുത്തിയിരിപ്പ് നടത്തി സമരം നടത്തി പോലീസിൻ്റെ ലാത്തിച്ചാർജ് ഏറ്റുവാങ്ങിയപ്പോൾ അത് സംസ്കാരമുള്ളത് കൊണ്ടാണ്. സംസ്കാരത്തിനെതിരെ പെൺവേട്ടക്കാർ രംഗത്ത് വന്നപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. പിന്നീട് അടിമുടി മാറ്റങ്ങളാണ് ഉണ്ടായത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആ വിഷയത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടു. മറ്റൊരു സമരം എനിക്ക് നയിക്കാൻ സാധിച്ചു, കുടിവെള്ളത്തിനെതിരായിട്ടുള്ള ഒരു സമരം. ആ കുടിവെള്ളത്തിനെതിരായിട്ടുള്ള ഒരു സമരം വലിയ കമ്പനിക്കെതിരെ നടത്തിയ സമരത്തിൽ അവിടെ VM സുധീരനെ പോലെയുള്ള ആളുകൾ, അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ, മൺമറിഞ്ഞു പോയ അച്യുതാനന്ദൻ സഖാവിനെ പോലെയുള്ള ആളുകൾ, ഞാൻ ഉൾപ്പെടെ ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പോലും സമരം ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും കേരള രാഷ്ട്രീയത്തിൽ അത് കിളിരൂരാകട്ടെ കവിയൂരാകട്ടെ എത്രയോ കേരളത്തെ പെൺകുട്ടികളെ അപമാനിച്ച കേസുകളിൽ നമ്മൾ സമര പോരാട്ടത്തിന് പോയിട്ടുണ്ട്. അത് ഞങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട്. ആ സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലൂടെയും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാത്തത് കൊണ്ട് സംസാരിക്കുന്നത്. തലയ്ക്ക് അടി അപ്പോഴും മുറിവുള്ള അതേ പല്ല് അടിച്ചു പൊട്ടിച്ച ആ സമരം എന്താണ് അന്ന് ഉണ്ടായത്? ഈ ടോൾ പ്ലാസ സമരത്തിൽ അന്ന് ഞങ്ങള് പറഞ്ഞത്, അതായത് അന്ന് ഞാൻ കേട്ടത് തെരഞ്ഞു പിടിച്ച ശോഭാ സുരേന്ദ്രനെ ഒരു പട്ടിയെ തല്ലും പോലെ അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രമാത്രം ക്രൂരമായിട്ടാണ് ഒരു കൂട്ടം പോലീസുകാർ, അതും എന്നെ പിടിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി പിടിക്കാൻ 1-2 പ്രവർത്തകർ പരിശ്രമിക്കുമ്പോൾ അവരെ തള്ളി മാറ്റിക്കൊണ്ട് അടിച്ച് തലപൊളിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ സർജറിക്ക് വിധേയമാകേണ്ടി വന്നു. സമരം നടത്തുന്ന സമയത്തുള്ള ആർജവം ഉണ്ടാവും. തല്ലുന്ന പോലീസിന്റെ മുന്നിലേക്ക് തന്നെയാണ് ഞാൻ ചെല്ലുന്നത്. അത് വീഡിയോയിൽ കാണാൻ സാധിക്കും. അത് ഇതിന്റെ കൂട്ടത്തിലൊന്ന് സംപ്രേഷണം ചെയ്യണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ആ സമരം അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമരത്തിന് ശേഷം ഞാൻ എലൈറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വലിയൊരു സർജറി നടത്തി. എൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അടിയിലെ പോലീസ് ലാത്തി ചാർജിൽ തെറിച്ചു പോയതാണ്. പിന്നീട് വലിയൊരു സർജറിക്ക് വിധേയമായി 1.5 ആഴ്ചക്കാലം ഞാൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എനിക്കൊരു 3 മാസ സമയം ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എന്താ പറയുക, ആ സമരം എന്ന് പറയുന്നത് അന്ന് എടുത്ത നിലപാടെന്ന് പറയുന്നത് ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോളിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തുമുള്ള 8 കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾക്ക് പോലും ഫ്രീ പാസ് കൊടുക്കില്ല എന്നായിരുന്നു അന്നത്തെ ടോൾ മുതലാളിയുടെ തീരുമാനം, കൽപ്പന. ആ കൽപ്പന നടപ്പിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരമാണ്. ആ സമരത്തിന് റിസൾട്ട് ഉണ്ടായി. ആ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഫ്രീ പാസ് കൊടുക്കാൻ ടോളിൻ്റെ അധികാരികൾക്ക് സാധിച്ചു. ആ സമരം പൂവണിഞ്ഞു എന്നുള്ളതാണ്. ഇതിലപ്പുറത്തേക്ക് നമ്മൾ ശബരിമല ഇഷ്യൂവിൽ
സ്ത്രീകളെ കയറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരത്തിൽ ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടായിട്ടുള്ള ഒരാളാണെന്ന് ശോഭാ സുരേന്ദ്രനെ ഞാൻ മനസ്സിലാക്കി. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോഴും ഞാൻ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സമരമാണ് അന്ന് നടത്തിയിട്ടുള്ളത്. അന്ന് മല കയറാൻ വേണ്ടി കുലടകളായിട്ടുള്ള സ്ത്രീകൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ താല്പര്യാർത്ഥം അവരെ കൈപിടിച്ച് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളൊക്കെ കുറച്ച് അമ്മമാർ വീടുകളിൽ നിന്ന് പെട്ടിയിൽ ഡ്രസ്സും പാക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ വീട് വിട്ടിറങ്ങി. വീട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് 2 ആൺകുട്ടികളാണ്, അവരുടെ 2 പേരും തിരിച്ചു വരുമ്പോൾ ഒരാഴ്ചയിലോ 2 ആഴ്ചയിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണാൻ വരുമ്പോൾ അവരെ കാണണമെന്നോ ഒന്നും തീരുമാനിച്ചില്ല. ഞങ്ങൾ തീരുമാനിച്ചത് എന്താണ്, ഇത് ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ഒരാളാണ്, ലളിതാ സഹസ്രനാമം ദേവിയുടെ ചൊല്ലുന്ന ഒരാളാണ്, കടുത്ത ഈശ്വരഭക്തയാണ്. അങ്ങനെയുള്ള ഞങ്ങളെ സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിലെ തന്ത്രി തീരുമാനമെടുത്തിട്ടുള്ള കാര്യം ഇവിടുത്തെ പണ്ഡിതന്മാർ, അതായത് ഇവിടുത്തെ നാല് വേദങ്ങളെക്കുറിച്ചും ഋഗ്വേദവും യജുർവേദവും സാമവേദവും ഉൾപ്പെടെയുള്ള 4 വേദങ്ങളെക്കുറിച്ചും പഠിപ്പുള്ളവർ, 18 പുരാണങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ, ഉപനിഷത്തുകളെക്കുറിച്ച് അറിയാവുന്നവർ, എന്താണ് ഒരു ഹിന്ദു വിശ്വാസിയുടെ ഷോഡശ സംസ്കാരം എന്ന് അറിയുന്നവർ, ആ ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത് രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും സനാതന സംസ്കാരമാണ് എന്ന് മനസ്സിലാകുന്ന ആളുകൾ, അവർ എടുക്കേണ്ട തീരുമാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തപ്പോൾ അന്ന് അതിനെതിരായിട്ട് രംഗത്ത് വന്നു. ഒന്നും ആലോചിച്ചില്ല. 100 കണക്കിന് കേസുകളുണ്ടായി. അതിൽ ഞങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിന് ജയിലിനകത്ത് പോകേണ്ടി വന്നു. ഞങ്ങൾ ജയിലിന് പുറത്ത് ഞങ്ങളുടേതായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലും നീണ്ടുനിന്ന സമരങ്ങളുണ്ടായി. 11-12 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരത്തിന് ഞാൻ നേതൃത്വം കൊടുത്തു. ആ നിരാഹാര സമരത്തിൽ ഞാൻ അവിടെ നിന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് ഞങ്ങളുടെ രാമപിള്ള സാറ് സ്ഥലം സന്ദർശിച്ചു. കാരണം ഡോക്ടർമാർ ആവശ്യപ്പെട്ടു, ശോഭാ സുരേന്ദ്രൻ്റെ ആന്തരിക അവയവങ്ങളെ പോലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ സമരം നിർത്തിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു. ഞാൻ നിർത്താൻ തയ്യാറായില്ല. പക്ഷെ മുതിർന്നവർ പറഞ്ഞാൽ ശോഭ അനുസരിക്കും എന്നുള്ളത് കൊണ്ട് രാമപിള്ള സാറിനെ, രാജഗോപാൽജി, അയ്യപ്പൻ പിള്ള സാറ് തുടങ്ങിയിട്ടുള്ള ആളുകൾ നിരന്തരം 10 ദിവസം കഴിഞ്ഞപ്പോൾ സമരപ്പന്തലിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വന്ന് ഇത് സമരം നിർത്തൂ, കാരണം ആരോഗ്യം തകരാറിലാവുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ സമരം 12 ദിവസത്തിന് ശേഷം എന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നിരവധിയായിട്ടുള്ള സമരങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെല്ലാം കാരണങ്ങളുണ്ട്. ഇനി ഇല്ലാത്ത കാരണത്തിൻ്റെ പേരിൽ നമ്മൾ സമരവും ചെയ്യില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ മുന്നിൽ. അതായത് മലപ്പുറം ജില്ലയിൽ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ സഹോദരൻ തന്നെ അവരെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരിക്ക് നീതി കിട്ടണം, അവൾ ഒരു പീഡനത്തിൽ അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയാണ്. ഞാൻ എന്താ എടുത്ത നിലപാടെന്നറിയുമോ? ഞാൻ ചോദിച്ചത്, ഈ പെൺകുട്ടിയുടെ ചുറ്റും മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് കൂടുമ്പോൾ ഈ പെൺകുട്ടിക്ക് താങ്ങും തണലുമായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ആദ്യം നിങ്ങളുടെ കുടുംബം താങ്ങും തണലുമായി നിന്നാലേ, ഈ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്താലേ ഈ കുട്ടിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പം അദ്ദേഹം തയ്യാറല്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ മീഡിയയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്? എനിക്കത് മനസ്സിലായി, അതിനകത്ത് സാങ്കത്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിയെ നിങ്ങൾക്കറിയുമോ, ആ പെൺകുട്ടിയെ ഇന്നും അവളുടെ അമ്മയായിട്ട് ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ പഠിച്ചു, അവൾ ഹരിയാനയിൽ MBBSന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ധാരാളം കുട്ടികൾ ഇത്തരത്തിൽ ഞാൻ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളുണ്ട്. അവർക്ക് ശോഭ എന്ന് പറയുന്നത് അവരുടെ കൂടി അമ്മയാണ്. ഞാൻ എൻ്റെ 2 ആൺകുട്ടികളോടും പറയാറുണ്ട്, എനിക്ക് നിങ്ങൾ 2 ആൾ മാത്രമല്ല ഉള്ളത്, എനിക്ക് എൻ്റെ ചുറ്റും ധാരാളം കുട്ടികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല സമയത്തും ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഴങ്കഥകളെല്ലാം പറയുമ്പോൾ, അമ്മ ഇത് എത്ര നാളായി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു, അത് നിർത്തിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഏത് പട്ടിണി കിടന്ന കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പഴയ അനുഭവം പറയുമ്പോൾ, എൻ്റെ അച്ഛൻ പാടത്ത് നിലമുഴുവാൻ വേണ്ടി പോയി ചേറും ചെളിയും നിറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്ന് എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുന്ന കഥ പറയുമ്പോൾ, എൻ്റെ അച്ഛൻ എനിക്ക് തന്ന ഉപദേശം ഇതായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ, എന്തിനാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ അവർ പറയുന്നത്, അമ്മയ്ക്കിപ്പോൾ കൈപിടിക്കാൻ ഒരു മകനുണ്ട്, ഞാൻ ശാസ്ത്രജ്ഞനാണ്, ഞാൻ അമേരിക്കയിലാണ്. ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസിക്ക് സെലക്ട് ചെയ്യപ്പെട്ട് 3 യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്ത് ഉന്നതമായിട്ടുള്ള നല്ല രീതിയിൽ ശമ്പളം വാങ്ങുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു മോനമ്മയ്ക്കില്ല. ഇനി എന്തിനാണ് ഈ പട്ടിണിയും പരിവട്ടവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നെക്കുറിച്ച് ഒരു വാർത്ത വന്ന സമയത്ത് ഞാൻ താങ്കളെ, എൻ്റെ അമ്മയെ കാണിക്കുകയുണ്ടായി. എൻ്റെ അമ്മ എത്ര കുറഞ്ഞ സാഹചര്യമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം എൻ്റെ അമ്മ വളരെയധികം ഇച്ഛാശക്തിയുള്ളൊരു സ്ത്രീയാണ്. അമ്മ പറഞ്ഞത്, എൻ്റെ മകനോട് പറഞ്ഞത്, നിൻ്റെ അമ്മയ്ക്ക് വലിയ വീട് വെച്ചാൽ ആ വീട്ടിലിരിക്കേണ്ട ആൾ ഞാനല്ല, അത് നിൻ്റെ അമ്മയാണ്. അവിടെ പല ആളുകളും വരും, പാർട്ടിക്കാർ വരും. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കുട്ടിയെ വളർത്തിയതാണ്.
ചെറുപ്പം മുതൽ ഞാൻ ഈ പ്രവർത്തനത്തിനെല്ലാം പോകുന്ന സമയത്ത് എൻ്റെ മകനെ കുളിപ്പിക്കുന്നതും എൻ്റെ മകന് ഭക്ഷണം കൊടുത്തിട്ടുള്ളതും എൻ്റെ മകനെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളതും എല്ലാം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് എഴുത്തും വായനയും അറിയില്ല. പക്ഷേ ഇവൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എൻ്റെ അമ്മ പറയും പാഠം ചൊല്ലി പഠിക്കടാ, പാഠം ചൊല്ലി പഠിക്കടാ എന്ന് പറയും. പഴയ വാക്കാണത്. പാഠം ചൊല്ലി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠപുസ്തകം പഠിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹരിക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഹരിക്കുട്ടൻ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, ഹരിക്കുട്ടൻ പഠിക്കണ്ടോ? അപ്പോൾ അമ്മ പറയും, ഒരു ഭക്ഷണം പോലും അവൻ കഴിക്കില്ല. സ്കൂൾ വിട്ട് വന്ന് അവൻ എപ്പോഴും എഴുതുമ്പോൾ ഒരു മൂളലാണ്. ഇങ്ങനെ ചെറുപ്പത്തിൽ, ഇപ്പോഴല്ല, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവനൊരു ട്യൂണാണ് എഴുതുമ്പോൾ. അത് എഴുതുന്നത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കും. മൂളി ഹോംവർക്ക് എല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് കുളിച്ച് വന്ന് പിന്നെ നാമം ചൊല്ലും. അപ്പോൾ അവൻ ഭഗവത്ഗീത ചൊല്ലണമെങ്കിൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യം ഉപസംഗമ്യ രാജാവചനം അബ്രവീത് എന്ന് തുടങ്ങുന്ന ശ്ലോകം ഞാൻ പഠിക്കണ്ടേ? അപ്പോൾ എനിക്കിതെങ്ങനെ കിട്ടി? ഞാൻ ബാലഗോകുലത്തിലൂടെ വളർന്നു വന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട്, പെൺകുട്ടി ആയതുകൊണ്ട് ചെറുപ്പത്തിൽ എനിക്ക് അത്തരത്തിലുള്ള സംസ്കൃതം പഠിച്ചിട്ടില്ലെങ്കിലും ശ്ലോകങ്ങൾ അറിയാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം കിട്ടി. അപ്പം ഞാനത് 2 കുട്ടികളെയും പഠിപ്പിച്ചു, 2 പേരെയും സംസ്കൃതം പഠിപ്പിച്ചു. അപ്പോൾ അവർ സംസ്കൃതം പഠിച്ചു, പക്ഷേ അവർ വളരെയധികം ഇംഗ്ലീഷും പഠിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അവരുടെ ഇടയിൽ ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് മതി അമ്മ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കുട്ടികൾ അതിന് തയ്യാറാണ്. ഇപ്പോൾ ഒരാൾ റാങ്ക് വാങ്ങി, ഞാൻ മലേഷ്യയിലേക്ക് ടൂർ പറഞ്ഞയച്ചിരിക്കുകയാണ്. കാരണം അവൾക്ക് വീട്ടിൽ പൈസയില്ല. അവളുടെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും ലോജിസ്റ്റിക്കിൻ്റെ പഠനം മുഴുവൻ ഏറ്റെടുത്ത് ഞാനാണ്. അത് വലിയൊരു എമൗണ്ട് ചിലവായിട്ടാണ് ആ കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ചോദിച്ചു എന്താ വിശേഷങ്ങൾ? ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ വിളിക്കും. അപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ ക്ലാസ്സില്ല, വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ക്ലാസ് ഇല്ലാത്തത്? ഇപ്പോൾ ഫൈനൽ ഇയർ അല്ലേ? അപ്പോൾ പറഞ്ഞില്ല, എല്ലാവരും ടൂറ് പോവാണ്. അപ്പോൾ നിനക്ക് പോകണ്ടേ? അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പോകുന്നില്ല അമ്മ, ശോഭമ്മ എന്നാണ് വിളിക്കുന്നത്, ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ പോകാത്തത്? അതിന് പൈസ വേണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ കോളേജ് അധികൃതർ തരില്ലേ, അടച്ച ഫീസിൽ നിന്ന് അവർക്ക് എടുക്കാലോ. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മലേഷ്യയൊക്കെ ചുറ്റിക്കറങ്ങി ആളിപ്പോൾ തിരിച്ചു വരികയാണ്. ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചത്, ഞാൻ ശോഭമ്മ ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് എൻ്റെ ശോഭമ്മയ്ക്ക് വോട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയണോ? അവർ പരസ്യമായിട്ടൊരു പരിപാടി പ്രോഗ്രാം നടത്തി. അതായത് ധാരാളം കുട്ടികളെ നമ്മൾ എടുത്ത് അവരെ വളർത്തുന്നു, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. എത്രമാത്രം സത്യമാണ് അതിൽ? സത്യമുണ്ട്. പക്ഷേ എനിക്കിഷ്ടമല്ല അവരെ കൂടുതൽ. അതായത് ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ, നാളെ അവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവൻ വലിയ കമ്പനി നടത്തുന്ന ഒരുത്തനാണ്. അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? അതായത് ഡോക്ടറായിട്ട് വിദേശത്താണ് പഠിച്ചത്. ഞാൻ പറഞ്ഞാണ് പുറം നാടുകളിൽ പോയി ഡോക്ടർ MBBS വേണ്ട, നമുക്ക് MBBS ഇവിടെ വേണം. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ MBBS കഴിഞ്ഞ് ഹരിയാനയിലാണ്. ഇവനോടും ഞാൻ പറഞ്ഞു, നീ ഹരിയാനയിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ എവിടെയാണോ നമുക്ക് കുറഞ്ഞ ഫീസിന് പഠിക്കാൻ പറ്റുക അവിടെ പോയി നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വാക്ക് കേൾക്കാതെ പുറം നാട്ടിലേക്ക് പോയി. അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പരീക്ഷ എഴുതി വിജയിക്കാൻ സാധിക്കണം. അപ്പോൾ എന്നോട് പറയണം, അമ്മ എന്നാൽ പിന്നെ ഇത് നിർത്തിയിട്ട് ഞാനൊരു കമ്പനി തുടങ്ങിയാലോ, സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയാലോ, അങ്ങനെ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ ആലോചിക്കുക. ഇപ്പോൾ വരുന്നുണ്ട്, ഇപ്പോൾ ഒരു 4-5 കുട്ടികൾ ഇപ്പം തന്നെ ഉണ്ട് ഇവിടെ ഫീൽഡിലുണ്ട്. പക്ഷെ ഞാൻ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല മാധ്യമങ്ങളുടെ മുന്നിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേരളത്തിൽ BJP പിണറായി വിജയനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. AI ക്യാമറ വിഭാഗത്തിൽ അവരുടെ മകൻ്റെ അമ്മായിച്ചനടക്കം മുൾമുനയിൽ നിർത്തി ശരിക്കും ആരോപണ ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാ കേസും, അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ നിരവധി കേസുണ്ട്. ഇത്രമാത്രം ശക്തമായിട്ട് പിണറായി വിജയനോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അസമാന ധൈര്യം വേണം. പ്രത്യേകിച്ചും ധർമ്മടത്ത് പോയി വെല്ലുവിളിക്കുന്നു, മട്ടന്നൂർ പോയി വെല്ലുവിളിക്കുന്നു. എവിടുന്നാണ് ഇത്ര ധൈര്യം കിട്ടിയിരിക്കുന്നത്? അല്ലേ, ഇതിപ്പോൾ നോക്കൂ, എല്ലാ തെരഞ്ഞെടുപ്പിലും, കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന നടന്നു അല്ലേ? ഞാൻ അതിനകത്ത് അല്ല നടന്നു. രണ്ടാമത് ആലപ്പുഴ തെരഞ്ഞെടുപ്പുണ്ടായി. ആലപ്പുഴ തെരഞ്ഞെടുപ്പിലും ഇവരൊരു സ്ത്രീയാണ്, ഇവരെ ജനം മുഴുവൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ഇവരെ ഞാൻ പ്രൊമോട്ട് ചെയ്യണം എന്ന് ചിന്തിക്കേണ്ടതിന് പകരം അന്നും നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ആസൂത്രണങ്ങളെല്ലാം നടന്നു. അപ്പോൾ ഈ കേരളത്തിൽ ഞാൻ ഇല്ലാതായാൽ, എന്നെ മാനസികമായി വേദനിപ്പിച്ചാൽ, ഞാൻ പൊതുപ്രവർത്തനം നിർത്തിയാൽ ഗുണമാർക്കാണ്? ഇവിടുത്തെ വലിയ വലിയ അഴിമതിക്കാർക്കാണ്, ഇവിടുത്തെ വലിയ വലിയ ക്രിമിനൽ സംഘങ്ങൾക്കാണ്. അപ്പോൾ ആ ക്രിമിനൽ സംഘങ്ങളും അഴിമതിക്കാരും ചേർന്ന് എന്നെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്താണ് തീരുമാനമെടുക്കേണ്ടത്? കൂടുതൽ ഊർജ്ജത്തോടുകൂടി പ്രവർത്തിക്കണം. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഏതൊരാൾക്കും ഒരു നാളെ പറയണം,
എന്ത് നമുക്ക് അനുഭവിച്ചാലും നമ്മൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥൈര്യം അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു ദിവസം നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു ചെറിയ ഒരു റോൾ മോഡലാകാൻ എനിക്ക് സാധിക്കുമോ എന്ന് ഞാൻ പരിശോധിക്കുകയാണ്. എന്നോടൊരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കളർഫുള്ളായി നടക്കാൻ സാധിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് കുറച്ച് നല്ല രീതിയിൽ, അപ്പം നിങ്ങൾക്ക് അതിനോടൊക്കെ ഒരു എതിർപ്പാണോ? ഏത് കൂടുതൽ മേക്കപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയായി നടക്കുന്നത്, നല്ല ഡ്രസ്സ് ഉപയോഗിക്കുന്നത്, കൂടുതൽ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഇതിനെല്ലാം എതിരായിട്ടുള്ള ഒരാളാണോ? ഞാൻ പറഞ്ഞ എതിരല്ല. ഞാൻ ദേവിമാരുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന ആളാണ്. എല്ലാ ദേവിമാരും സർവ്വ ആഭരണ വിഭൂഷിതകളായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ആ ചോദിച്ച പെൺകുട്ടികളോട് പറഞ്ഞത്, നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്, എനിക്കിഷ്ടമാണ്. പക്ഷേ അങ്ങനെ നടക്കാൻ സാധിക്കാത്തവർ കൂടി ഈ കേരളത്തിനകത്തുണ്ട്. ആ കേരളത്തിനകത്തുള്ളവരുടെ മുന്നിലേക്ക് അവർക്കൊരു കാണുന്ന സമയത്ത് ഞങ്ങളുടെ ശോഭമ്മ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തക ഇങ്ങനെ ആയിരിക്കണം എന്ന് അവർ മനസ്സിലാക്കണം എന്നുകൂടി എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് 10 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഭാഗ്യവാനാണ് ശ്രീമാൻ പിണറായി വിജയൻ. ഇന്ത്യയിലെ നരേന്ദ്രമോദിജിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയിട്ട് ആ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് 12,000 കോടി രൂപ ഈ ലാസ്റ്റ് പ്രഖ്യാപിച്ച പദ്ധതി വരെ നമ്മുടെ നാട്ടിലേക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ട് അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട്, അതായത് ആ സ്റ്റേജ് പോലും പങ്കിടണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു ചെറിയ വട്ടത്തിൽ മാത്രം ചിന്തിക്കുന്നത് മതിയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പുറത്ത് സ്റ്റാലിൻ, ഇപ്പുറത്ത് സിദ്ധരാമയ്യ, രണ്ടാളും രണ്ട് പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. രണ്ടു കൂട്ടരും എന്താ ചെയ്യുന്നത്? പരമാവധി കോടികൾ വാങ്ങിക്കൊണ്ടുവന്ന് ആ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊണ്ട് കുറേയൊക്കെ അഴിമതി ചെയ്യുന്നുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ കുറെ അഴിമതി ചെയ്യുമ്പോഴും ജനങ്ങൾക്ക് നോക്കിക്കാണാൻ കുറെ വ്യവസായങ്ങൾ അവിടെ ഉണ്ട്. ഇതൊന്നുമില്ലല്ലോ ഇവിടെ. എന്താ ഉള്ളത്? എൻ്റെ ചോദ്യം, പിണറായി വിജയനോട് AI ക്യാമറയിൽ ശക്തമായ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അതേപോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി കേസുകളാണുള്ളത്. എങ്ങനെയാണ് ഈ ഇത്ര ധൈര്യം കിട്ടിയത്? ഞാൻ ലാവ്ലിൻ കേസ് ഫൈറ്റ് ചെയ്തുള്ള ആളാണ്. എന്തിനാണ് ധൈര്യക്കുറവ്? എന്താണ്? അതായത് നമുക്ക് എപ്പോഴും എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, മരണം എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു തവണയേ ഉള്ളൂ. ജീവിച്ചിരിക്കെ നമ്മൾ ആരാലോ മരിക്കപ്പെടാൻ അനുവദിക്കാൻ പാടില്ല. വേറൊരാൾ നമ്മളെ കൊല്ലാൻ പാടില്ല മാനസികമായി. അപ്പോൾ മാനസികമായി കൊല്ലാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ ഇല്ലാതായാൽ ചൂണ്ടിക്കാണിക്കുന്ന പല തെറ്റുകളും ഉറക്കെ വിളിച്ചു പറയാൻ ഒരാളുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമാൻ പിണറായി വിജയന്റെ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന സഖാക്കന്മാർക്കിടയിൽ പോലും എനിക്കൊരു ഫാൻസ് ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് അതിനുശേഷം സഖാവ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഭൗതിക ശരീരം കാണാൻ വേണ്ടിയിട്ട് പോയ യാത്രയിൽ ശോഭാ സുരേന്ദ്രനെ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന സഖാക്കന്മാരെ എനിക്കവിടെ കാണാൻ പറ്റി. അപ്പം അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കകത്ത് പോലും ശോഭമ്മ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഹൃദയമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ അവർക്ക് പുറത്തിറങ്ങി വരാൻ പറ്റില്ല. അവർ അണിയറയിലാണ്. ഈ പാലക്കാടും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട്. കണ്ണാടി പഞ്ചായത്തിലെ മുൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഫുഡ് തന്നത്, ഭക്ഷണം തന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ BD ജയസന്റെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ശരി, ആരാണ് തെറ്റ്. ആ ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ ജനം തയ്യാറാകുമ്പോൾ പാലക്കാട് മാറ്റമുണ്ടാകും. പിണറായി വിജയനെതിരെ സ്വർണ്ണക്കളക്കടത്ത്, നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്ത്, അതേപോലെ ഡോളർ കടത്ത്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ കരിമണൽ കടത്തയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അഴിമതി, സ്വന്തം മകള് തന്നെ കുടുങ്ങിയിരിക്കുന്നു. അതേപോലെ AI ക്യാമറ നമ്മൾ ഉന്നയിച്ച വിവാദം, ഇതൊക്കെ നിലവിലിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇന്നേ വരെ തൊടാൻ ആർക്കും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം എല്ലാം കൊണ്ടുവന്ന് BJP ആണ്. അല്ലല്ല, കാരണം ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഈ തെറ്റ് ചെയ്ത ഒരാളെ തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കണമെന്ന് പറഞ്ഞ AK ഗോപാലന്റെ പാർട്ടി, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ആളുകൾ തലപ്പത്തിരുന്നൊരു പാർട്ടി, കൃഷ്ണപിള്ളയെ പോലെ ധാർമ്മികമായ മൂല്യങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ രാജിവെച്ച് മാറി നിൽക്കണം എന്ന് പറയാനുള്ള നട്ടല്ലില്ലാത്ത, ആർജവമില്ലാത്ത നേതൃനിരയിലിരിക്കുന്ന ചില ആളുകളുടെ ഒരു കൂട്ടം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഇന്നും അദ്ദേഹത്തിന്റെ കൈകളിൽ നിൽക്കുന്നത്. ഇന്നലെ മോദിജി എന്താ പറഞ്ഞത്? ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത് ഇടതുപക്ഷം LDFും UDFും മാറി മാറി ഭരിച്ച ഈ കേരളത്തിൽ BJPക്ക് ഒന്ന് അധികാരം കിട്ടിക്കോട്ടെ, തെറ്റ് ചെയ്തവരാരും
ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്നുള്ള സൂചന നൽകിയിട്ടുണ്ടെങ്കിൽ കേരളം പാകമാവും. കേരളത്തിൽ ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാകും. അന്ന് ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ നമുക്കറിയാം ലാവ്ലിൻ കേസ് ഞാൻ പുറത്തു കൊണ്ടുവന്നതാണ്, ഞാൻ CBI അന്വേഷണം കൊണ്ടുവന്നതാണ്, ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്തിട്ട് അദ്ദേഹം പ്രതിയായതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസ് ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോകുന്നത് CBI ആണ്. ഇത് പിണറായി വിജയനെ സംരക്ഷിക്കുകയല്ലേ ശരിക്കും ചെയ്തത്? അതുപോലെ സ്വർണ്ണക്കളകടത്ത് ഇവിടെ നമ്മുടെ നരേന്ദ്രമോദി അടക്കം ഇവിടെ വന്ന് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, അല്ലെ സുരേന്ദ്രൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ്. അപ്പം ഈ കേസുകളിൽ ഒന്നും തന്നെ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. എവിടെയും അദ്ദേഹത്തെ തൊടാൻ പോലും തയ്യാറൊന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? അതായത് ഈ കേസുകളൊന്നും ഫയൽ അവസാനിച്ചിട്ടില്ല. ഈ കേസുകൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഈ കേസുകളിലും അന്വേഷണം ഉണ്ടാകും. CBI എന്ന് പറയുന്ന ഏജൻസിയെ സംബന്ധിച്ച് കേരള പോലീസ് തയ്യാറാക്കിയിട്ടുള്ള FIR എങ്ങനെയാണ് ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ രക്ഷിക്കേണ്ടത് എന്നുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയെ തുടർന്നുണ്ടാക്കിയിട്ടുള്ള FIRകളാണ്. പല രേഖകളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സോണിയാഗാന്ധിയുടെയും അതുപോലെ തന്നെ മകൻ രാഹുൽ ഗാന്ധിയുടെയും കൂട്ടുകാരനായിട്ടുള്ള ശ്രീമാൻ ചിദംബരത്തിൻ്റെ കേസും കൈകാര്യം ചെയ്യപ്പെട്ടതുപോലെ ഭാവിയിൽ കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു മൂവ്മെൻറ്റ് കേരളത്തിലുണ്ടാകും. തീർച്ചയായിട്ടും നോക്കിക്കോളൂ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ധാരാളം ആളുകൾ കേരളത്തിൽ BJP നേതൃത്വം നൽകുന്ന NDAയിൽ വിജയിച്ചു വരും. മൂക്കുകൊണ്ട് ഷാ വരപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ടാകും എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. പിണറായി വിജയനെ തെറ്റു ചെയ്തതിനുള്ള ശിക്ഷ എന്തായാലും അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അതിനൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഈ നാട്ടിൽ ഉണ്ടാകും. പാലക്കാട് വന്നപ്പോൾ ഇവിടുത്തെ വയസ്സായ സ്ത്രീകൾ പോലും ശോഭേച്ചി എന്നാണ് വിളിക്കുന്നത്. ശോഭേച്ചിയാണ് ഈ പ്രാവശ്യം ജയിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ധാരാളം എല്ലാ ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആളുകളെ കണ്ടു. അതിൽ വയസ്സായ സ്ത്രീകളടക്കം ശോഭേച്ചി എന്നാണ് വിളിക്കുക, ശോഭാമ എന്നല്ല. എന്താണ് ഇത്രമാത്രം ഈ ആളുകൾ അട്രാക്ട് ചെയ്യാനുള്ള രഹസ്യം? എവിടെ ചെന്നാലും ഇരട്ടി വോട്ട് കിട്ടുന്നു, എവിടെ കൊണ്ടിട്ടാലും അതേ ഒരു സ്ഥലത്ത് അവിടെ വോട്ട് ഉണ്ടാക്കിയാൽ അടുത്ത സ്ഥലത്ത് കൊണ്ട് അവിടെയും ഇതേപോലെ വോട്ട് ഉണ്ടാക്കുന്നു, അതിൻ്റെ അടുത്ത സ്ഥലത്ത് കൊണ്ട് വോട്ട് ഉണ്ടാക്കുന്നു. ഇപ്പോൾ തിരിച്ച് മുമ്പ് ആദ്യം വലിയ വോട്ട് ഉണ്ടാക്കി കൊടുത്ത പാലക്കാട്ടിലെ സ്ഥിതി ഇതാണ്. ഇത് എന്താണ് ഇതിൻ്റെ വിജയരഹസ്യം? നമ്മുടെ അതിൻ്റെ കാരണം ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ 2 കുട്ടികൾ ഇരിക്കുകയാണ്. ഒരു കുട്ടിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഒരു കുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. വീട് അടഞ്ഞു കിടക്കണം. വീടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീട്. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, എന്താണ് ദുഃഖിച്ചിരിക്കുന്ന 2 കുട്ടികളാണ്, ആൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സും അവരുടെ ഇരിപ്പും എല്ലാം കണ്ട സമയത്ത് എനിക്കിതിലെന്തോ പന്തികേടുള്ളതായിട്ട് തോന്നി. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് 2 മാസമായി അച്ഛനെ കണ്ടിട്ട്. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അച്ഛൻ ഒരു ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. അമ്മ കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റാതെ അച്ഛനോടൊപ്പം അവിടെ കൂട്ടിരിക്കുകയാണ്. അനുജന്മാരും ബന്ധുക്കളും മുഴുവൻ പൈസ പിരിച്ച് ചികിത്സിച്ചിട്ടും ജീവൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നറിയാത്ത വേദനയിൽ അവരിയ്ക്കുകയാണ്. 2 പേരും പരീക്ഷ എഴുതിയിട്ടില്ല. ആ പരീക്ഷ എഴുതിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ സ്ഥാനാർത്ഥിക്ക് എവിടേക്കാണ് പോകേണ്ടത്? ഇത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പര്യടനത്തിന് പോകേണ്ട ആളാണ്. എന്നെ കാത്ത് പൂമാലയും ബൊക്കയും പിടിച്ച് ആളുകൾ അവിടെ റോഡിൽ കാത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ ചെയ്തത് ആ സ്ഥാനാർത്ഥിയാണ്. എനിക്ക് പെട്ടെന്ന് കയറി ഇടപെടാൻ പറ്റില്ല. എനിക്ക് ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ പറ്റില്ല. എനിക്ക് ആ കുട്ടികളുടെ പഠനം ഉടൻ ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇത് ദുഃഖിച്ചപ്പോൾ എൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ് എൻ്റെ കൂടെയുള്ള ഉന്നതമായിട്ടുള്ള ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞു, നേതാവ് ഒന്നും വിഷമിക്കേണ്ട. ഇങ്ങനെയാണ് വിളിക്കുന്നത്, നേതാവ് ഒന്നും വിഷമിക്കേണ്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആശുപത്രി വരെ പോവാം. അതല്ലേ ഇപ്പോൾ ആഗ്രഹം. പരിപാടി വിളിച്ചു പറഞ്ഞ് ക്യാൻസലാക്കി നമ്മൾ നേരെ ആശുപത്രിയിൽ പോയി. ഈ 2 കുട്ടികളെ അച്ഛൻ്റെ അനുജനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വരുത്തി. അവിടെ ചെന്നു. ആശുപത്രി അധികാരിയെ ഞാൻ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയോ ഇവർക്ക് ഇങ്ങനെ 2 കുട്ടികളുണ്ട്, ഇത്രയും വലിയ കനത്ത ബില്ലടയ്ക്കാൻ അവർക്ക് നിർവാഹമില്ല. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പെരുമാറി ആവുന്നതെല്ലാം തന്നെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ചേർന്ന് അവർ ഒരു 4 പേര് ഒരുമിച്ച് ചേർന്ന് അവിടെ അതിനാവശ്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച് ഈ കുടുംബത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ആ കുട്ടികളെ ഇലക്ഷൻ കഴിഞ്ഞ് പഠിപ്പിക്കാൻ ആരോടും ചോദിക്കണ്ടല്ലോ. ഇലക്ഷൻ കഴിഞ്ഞാൽ ആ 2 കുട്ടികളെയും ഞാൻ പഠിപ്പിക്കും. അവരുടെ ശോഭമ്മയാവും. ആവശ്യമായിട്ടുള്ള പഠിപ്പ് ഞാൻ അവർക്ക് കൊടുക്കും. അപ്പം ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെന്ന് വോട്ടിന് വേണ്ടിയിട്ടല്ല ചെയ്തത്. ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെന്ന് ഒരു ജോലി ഞാൻ ചെയ്താൽ ആ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാവരും അതറിയില്ലേ? നമുക്ക് എന്തിനാ പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യം? എനിക്കത് വേദനയാണ്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകന്മാരും ചേർന്ന് അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. സൂതകുമാരി ടീച്ചർ മരിക്കുന്നതിന് മുൻപ്
പലതവണ ഞങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ശോഭ 2 കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഒന്ന്, ഇവിടെ കാടുകൾ ഉണ്ടാവണം, ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. സുഗതവനം ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ ശ്രീമാൻ കുമ്മനം രാജശേഖരൻ എന്നേക്കാൾ കൂടുതൽ പരിസ്ഥിതി പ്രേമി, അതായത് അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ പരിസ്ഥിതിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത ഒരാളായതുകൊണ്ട് കുമ്മനം ജി അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സുഗതകുമാരി ടീച്ചർ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത്, ഒരു സ്ത്രീ ഏത് പാതിരയ്ക്ക് വിളിച്ചാലും, ഒരു പെൺകുട്ടി ഏത് സമയത്ത് അമ്മയെന്ന് വിളിച്ച് ഓടി വന്നാലും വാതിൽ തുറന്നു കൊടുക്കാനും, ഇവിടുത്തെ അധികാരികളുടെ മുൻപിൽ അവരുടെ അമ്മയായിട്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാനും ശോഭയുണ്ടാവണം. ഞാൻ ശോഭയെ അതിൽ ഭാവിയിൽ അവരുടെ ഒരു താവളമായിട്ടും അവരുടെ തണലായിട്ടും ഞാൻ കരുതുന്നുവെന്ന് 3 തവണ പറഞ്ഞിട്ടുണ്ട്. ആ ജോലി പബ്ലിസിറ്റി ഇല്ലാതെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ ആ ട്രസ്റ്റിൽ ഒരു ഇനാഗുറേഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടില്ല. ആ ട്രസ്റ്റ് ആദ്യമായിട്ട് ചെയ്തത് ശ്രീമാൻ നരേന്ദ്രമോദി സ്ത്രീകൾക്ക് വേണ്ടി കൊടുത്ത പദ്ധതികളെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതി അത് മോദിജിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അത് ഒരു നല്ല ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇനാഗുറേഷൻ ഉടൻ നടക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ഷെൽട്ടർ ഉണ്ടാക്കും. അതിന് ഞാൻ പേരിട്ടിട്ടുള്ളത് ഗാർഗി എന്നാണ്. ഗാർഗി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പോൾ ഞാൻ ലോഞ്ച് ചെയ്യാത്തതിൻ്റെ കാരണം, അത് ലോഞ്ച് ചെയ്താൽ എൻ്റെ ചുറ്റും നിൽക്കുന്ന ക്രിമിനൽ സംഘം പറയും ഞാൻ ഗാർഗിയിലൂടെ ധാരാളം പണം പിരിച്ചു, ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയെന്ന് പോലും കഥയുണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ ഗാർഗി അങ്ങനെ നിൽക്കുകയാണ്. ഗാർഗി എന്ന് പേരിടാൻ കാരണം, പണ്ട് യാജ്ഞവൽക്കനോടൊപ്പം, അതായത് ഏറ്റവും വലിയ രാജഭരണ കാലഘട്ടത്തിൽ പണ്ഡിത സദസ്സിൽ യാജ്ഞവൽക്കനെ പോലെയുള്ള അറിവും പ്രാപ്തിയുമുള്ള ഒരു മഹാപണ്ഡിതനോടൊപ്പം തർക്കത്തിൽ ജയിച്ച ആളാണ് ഗാർഗി. ആ ഗാർഗിയുടെ ഓർമ്മയിൽ, ആ ഗാർഗിയുടെ ചിന്തയിൽ കേരളത്തിലെ സ്ത്രീകളെല്ലാം ഗാർഗിമാരായി ഉണർന്നെണീറ്റ് നിൽക്കട്ടെ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഒരാൾ നമുക്ക് കുറച്ച് പൈസ തന്ന് സഹായിച്ചാൽ അതിന് കണക്കുണ്ടാവില്ല. അപ്പോൾ കണക്കുള്ള, ജനങ്ങൾക്ക് എപ്പോഴും പരിശോധിക്കാൻ സാധിക്കുന്ന ആ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഞങ്ങൾ, എൻ്റെ ആഗ്രഹമാണ്, സ്വപ്നമാണ്, അത് ഞാൻ പദ്ധതിയാക്കി മാറ്റും. വലിയ ഒരു സ്ഥലമുണ്ടാകണം, അതിൽ ധാരാളം ആളുകൾക്ക് വരാനും താമസിക്കാനും സാധിക്കണം. അങ്ങനെയുള്ള ഒരു പദ്ധതി കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിനോടൊപ്പം സൈഡായിട്ട് ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പുറത്ത് നാരായണീയ സമിതിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയോ അമ്മമാർ നാരായണീയം വായിക്കുമ്പോൾ ഞാനും അവിടെ പോയിരുന്ന് വായിക്കും. ഞാൻ സ്റ്റേജിൽ ഇരുന്ന് വായിക്കുകയല്ല, ഞാൻ ആ ഓഡിയൻസിലാണ് ഇരിക്കുന്നത്. അവിടെ 2000-3000 ആളുകളുടെ ഗ്യാതറിംഗ് ഉണ്ടാകുമ്പോഴും ഞാൻ അവരിൽ ഒരാളായിട്ട് ഇരിക്കുകയാണ്. കാരണം ഭക്തി മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു പാതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ ഭക്തിയും, ക്രിസ്ത്യൻ്റെ ഭക്തിയും, ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ ഭക്തിയും. അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു നന്മയുള്ള കാടുകളുണ്ടെങ്കിൽ ആ കാട്ടിലെ മരങ്ങളിൽ പൂക്കളുണ്ടാവും. അപ്പോൾ കാട്ടിലെ മണമില്ലാത്ത പൂക്കളും അതുപോലെ തന്നെ നല്ല മണമുള്ള പൂക്കളും നമുക്ക് കാട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും. ഇന്ന് കേരളത്തിൽ പല വീടുകളിലും നല്ല പൂന്തോട്ടങ്ങളുണ്ട്. ആ പൂന്തോട്ടങ്ങളിൽ നല്ല ചിരിച്ചു നിൽക്കുന്ന പൂക്കളുണ്ട്. എന്നാൽ കാട്ടിൽ വനമല്ലിപ്പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പാവപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, ചിരി നഷ്ടപ്പെട്ട, സാനിറ്ററി നാപ്കിൻ എന്താണെന്നറിയാത്ത, ജീവിതം എന്താണെന്നറിയാത്ത, അച്ഛനില്ലാത്ത മക്കളെ പ്രസവിച്ച് വളർത്തേണ്ടി വരുന്ന അട്ടപ്പാടിയിലെയും അതുപോലെ തന്നെ കരുളായി മലമ്പ്രദേശങ്ങളിലും ഒക്കെയുള്ള ആദിവാസി അമ്മമാരുണ്ട്. ആ കാട്ടുപൂക്കളെയും നമുക്ക് നല്ല പൂക്കളാക്കിയിട്ട് മാറ്റാൻ നമുക്ക് പ്രവർത്തിക്കണം. അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റല്ല ഇതൊന്നും. അവർക്ക് നാട്ടിൽ നിന്ന് ചെന്ന പരിഷ്കാരികൾ കൊടുത്ത സമ്മാനമാണ്. അവർക്കിടയിൽ പലതവണയും പ്രവർത്തിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള കാടും അങ്ങനെയുള്ള നല്ല നല്ല മനോഹരമായിട്ടുള്ള പൂക്കളും കഴിക്കാൻ ഭക്ഷണമുള്ള, ആരോഗ്യമുള്ള പ്രസവങ്ങൾ നടക്കുന്ന നാടും സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മുന്നിലും നിൽക്കുന്നത്. അതെ, പല ഭാഷകൾ നമുക്കറിയാം. സംസ്കൃതവും ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം അനായാസം സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അത് എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് നാഷണൽ ലെവൽ വരെ എത്താൻ വേണ്ടിയിട്ട്? അല്ല, അത്രയധികം ഭാഷകൾ ആഴത്തിലുള്ള അവഗാഹമില്ല. പക്ഷേ ഹിന്ദി ഭാഗ്യവശാൽ കിട്ടാൻ കാരണം, ഞാൻ ഹിന്ദി പ്രവീൺ പണ്ഡിറ്റ് കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ആളാണ്. അത് എടുത്ത് പുസ്തകങ്ങളെല്ലാം മടക്കി വെച്ചു. പക്ഷേ പിന്നീട് പഠനം മുഴുവൻ രാഷ്ട്രീയമായിരുന്നല്ലോ. പക്ഷേ ദേശീയ തലത്തിലേക്ക് ഒരു ഉയർച്ച കിട്ടിയ സമയത്ത് എഴുതുമ്പോൾ നന്നായിട്ട് എനിക്ക് എഴുതാൻ സാധിക്കും. അമിത്ഷാജി വന്നിരിക്കുന്ന വേദിയിൽ എനിക്ക് ഇതുപോലെ ഹിന്ദിയിൽ പ്രസംഗിക്കാൻ പറ്റി. സംസ്കൃതം ഞാൻ കുറച്ചിപ്പോൾ അറിവുള്ള ആളുകളിൽ നിന്ന് പഠിക്കുകയാണ്. അത് സംസ്കൃത ശ്ലോകം മലയാളത്തിൽ പഠിക്കുകയും അർത്ഥം മലയാളത്തിൽ അതിനെ മനസ്സിലാക്കാനും സാധിക്കും. പക്ഷെ പോരാ എന്നുള്ളതാണ്. എനിക്ക് നല്ല രീതിയിൽ
1.5 മണിക്കൂർ ഹിന്ദിയിൽ പ്രസംഗിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നേ രക്ഷപ്പെട്ടു പോയാനെ. അപ്പോൾ അന്ന് എനിക്ക് പഠിക്കാനുള്ള ഗതി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇംഗ്ലീഷ് മീഡിയം കഷ്ടപ്പാടും ദുരിതവുമായിരുന്നു. അപ്പോൾ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് കിട്ടേണ്ട വിദ്യാഭ്യാസം അത് വേണ്ട രീതിയിൽ കിട്ടാത്തത് കൊണ്ടും എനിക്കതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും ഞാൻ എൻ്റെ 2 കുട്ടികളോടും എനിക്ക് അറിവുള്ള കുട്ടികളെ മുഴുവൻ അവരുടെ കൈപിടിച്ച് നമ്മൾ പഠിപ്പിക്കുക, വളർത്തുക. അവർക്ക് ജോലിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പം MBBS കഴിഞ്ഞ് MD കഴിയാറായി. അവനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് 4 പേരെ പഠിപ്പിക്കണം. 4 പേരെ ഇനി അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവൻ നോക്കിയേ പറ്റൂ. ഇപ്പോൾ ലോജിസ്റ്റിക് കഴിഞ്ഞ് വരുന്ന ആള് ഞാൻ മനസ്സിലാക്കിയത് അത് വലിയൊരു ഗുജറാത്തിലെ കമ്പനിയിലേക്കാണ് അവൾ ജോലിക്ക് പോകുന്നത്. അവൾ 2-4 ആളെ അവളും നോക്കണം. അതെ, ഒരേപോലെ എല്ലാവരെയും വിമർശിക്കുന്ന ഷാജൻ സ്കറിയ അദ്ദേഹം മുഖം നോക്കാതെ വിമർശിക്കുന്ന സന്ദർഭത്തിൽ BJP-കാരും വിമർശിക്കാറുണ്ട്. അദ്ദേഹത്തെ നിലമ്പൂരിൽ നിന്ന് അന്യായമായി അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കളമശ്ശേരിയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് അവിടെ കുത്തിയിരുന്ന് അദ്ദേഹത്തെ ഇറക്കുന്നവരെ നിന്നിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. എന്താണ് ഇങ്ങനെ എന്ത് രാഷ്ട്രീയം നോക്കിയല്ല പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പ് ഉണ്ടായിട്ട് പോലും അവിടെ ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യാൻ കാരണം? നോക്കൂ, ഇപ്പോൾ ശ്രീമാൻ ഷാജൻ സ്കറിയ ആരാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീമാൻ ഷാജനെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പൊതുപരിപാടികളിൽ വരെ വിളിച്ച് പ്രസംഗിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാംശത്തിലാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം അദ്ദേഹം എടുക്കുന്ന പല നിലപാടുകളും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള നിലപാടുകളാണ്. അങ്ങനെ നിലപാടെടുക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ഒരാൾ വേട്ടയാടപ്പെടാൻ പാടില്ല എന്നുള്ളത് അത് നമ്മുടെ തീരുമാനം തന്നെയാണ്. അപ്പോൾ ആ ഒരു തീരുമാനം ഞാനൊരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്താണത് കണ്ടത്. ഒരുപക്ഷെ അങ്ങനെ അന്ന് ചെന്നില്ലായിരുന്നുവെങ്കിൽ പോലീസിന് പല കള്ളക്കഥകളും കെട്ടിച്ചമയ്ക്കാൻ സാധിക്കുമായിരുന്നു. അത് ഈ പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ബാധ്യത BJP-ക്കുണ്ട്. ഇപ്പൊ എന്നെയും വിമർശിച്ചിട്ട് വാർത്തകൾ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, ശോഭാ സുരേന്ദ്രൻ എവിടെ പോയാലും ശോഭാ സുരേന്ദ്രൻ്റെതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കപ്പെടുകയാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അല്ല, ഞാൻ എന്ത് ചെയ്യണം? അതിലെന്താണ് കഴമ്പ് എന്ന് പരിശോധിക്കുക. ഞാൻ എന്തിനാണ് അതിന് വിഷമിക്കുന്നത്? അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെതായിട്ടുള്ള ലോകം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ കൂടെ പ്രവർത്തനത്തിന് പോകുന്ന ആളുകളെ മുൻനിരയിൽ നിർത്തുന്നത് കൊണ്ടാണോ? ഞാൻ അതിനെക്കുറിച്ച് പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ചപ്പോൾ അതിനകത്തുള്ള അർത്ഥത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനത് തിരുത്താൻ എനിക്ക് സാധിച്ചു. ഇപ്പം ഇവിടെ തന്നെ ധാരാളം ആളുകൾ പ്രവർത്തനത്തിന് വന്നിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ബൂത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ പഞ്ചായത്ത് പ്രസിഡന്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. ബാക്കിയുള്ളവർ എത്ര വലിയ നേതാക്കന്മാരായാലും ഇവർ നയിക്കുന്ന വഴികളിലൂടെ പോവുക. അപ്പോൾ അതൊക്കെ നല്ല അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ പോരാട്ടം നടത്തിയ പാർട്ടിയാണ് CPM എന്നാണ് പറയുന്നത്. ഇന്ത്യയിലോ ലോകത്തിലോ എവിടെ ഉണ്ടായാലും അവർ എടുത്തു ചാടും. ഇപ്പോൾ ഞാൻ എഴുതിയ ഒരു പാട്ട് ഇപ്പോൾ കേരള ഗവൺമെൻറ് നിരോധിച്ചിരിക്കുന്നു, യൂട്യൂബിൽ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗലായിട്ട് നീക്കം ചെയ്തിരിക്കുന്നു എന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അതായത് ഇപ്പോൾ ക്രൈം എന്ന് പറയുന്ന ഒരു വേദി തന്നെ നിരോധിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. മാത്രവുമല്ല, എത്ര തവണ ശ്രീമാൻ നന്ദകുമാറിനെ ജയിലിലടയ്ക്കാൻ സാധിക്കുമോ അത്ര തവണ ജയിലിലടച്ചിട്ടുണ്ടല്ലേ. അത് 4 ദിവസമാകാം, അതല്ലെങ്കിൽ 10 ദിവസമാകാം, 20 ദിവസമാകാം. നേരെ മറിച്ച് നിങ്ങൾ പറയുന്നതിൽ കൃത്യതയില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റുമായിട്ട് വരാമല്ലോ, വന്നിട്ട് പറയാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്ന് പറയാൻ പോലും മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെയൊക്കെ വാർത്ത ചെയ്തിട്ടുണ്ട്. ഒരാളും തയ്യാറായത് കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് പലപ്പോഴും അങ്ങനെയാണ്. കാരണം ഒരു വലിയ മാഫിയ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നു. ആ മാഫിയ പ്രവർത്തനത്തിന്റെ മുന്നിൽ ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര സ്ഥലങ്ങളിലാണ് നമ്മുടെ കുട്ടികൾ മയക്കുമരുന്ന് മാഫിയകൾക്ക് അടിമപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താ ചിന്തിക്കുന്നത്? കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടാകണം, മയക്കുമരുന്ന് മാഫിയകൾ വർദ്ധിക്കണം. അങ്ങനെ വർദ്ധിച്ചാലല്ലേ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതെല്ലാം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ആ പാട്ടിന്റെ നിരോധനവും എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് കരുതുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. വിമർശിക്കേണ്ട എന്നാണ്. കാരണം വിമർശിച്ചാൽ അങ്ങനെയുള്ളവർ വേണ്ട കേരളത്തിൽ എന്ന് തീരുമാനമെടുക്കുകയാണ്. പക്ഷെ എത്ര കാലം അതെല്ലാം മൂടിവെക്കാൻ പറ്റും? അതായത് ഇപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയമായിട്ടുണ്ട്. ശ്രീമാൻ നരേന്ദ്രമോദി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഉത്തരം പറയാൻ സാധിക്കാതെ തപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ ഈ രാഷ്ട്രീയ സമൂഹം ചോദിക്കുന്നത്, നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതിനേക്കാൾ നല്ല ഒരു ലീഡർ ഇല്ലേ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് പല കമ്മിറ്റികളിലും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല കമ്മിറ്റികളിലും ആ ചോദ്യങ്ങൾ പ്രകമ്പനം കൊള്ളുകയാണ്. വയലാറിലും പുന്നപ്രയിലും വരെ 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടി.
അവർ മാർക്സിസ്റ്റ് പാർട്ടി 1-ാം സ്ഥാനത്തിരുന്ന പഞ്ചായത്തുകളും കോൺഗ്രസ് 1-ാം സ്ഥാനത്തിരുന്ന പഞ്ചായത്തുകളും ശോഭ മത്സരിച്ചപ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ BJP ആയി. അവിടെ ഞങ്ങൾ 1-ാം സ്ഥാനത്ത് വന്നു. പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക്, അതുപോലെ തന്നെ കരുവാറ്റ പഞ്ചായത്ത് ഉൾപ്പെടെ നിരവധി, ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 8 പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഭരണം പിടിച്ചു. അപ്പം വലിയൊരു മൂവ്മെന്റ് അവരുടെ കോട്ട കൊത്തളങ്ങളിൽ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീരെ ചെറിയ കാര്യമായിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് ഹെൽപ്പ് കൊടുക്കുന്ന ഒരു കാര്യമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ധർമ്മടത്ത് ഒരു ഗടാഗടിയനായിട്ടുള്ള ലീഡറെ നിർത്തി ചോദ്യം ചെയ്യിക്കേണ്ടതിന് പകരം, പ്രസംഗിപ്പിക്കേണ്ടതിന് പകരം അദ്ദേഹത്തിന് ബോൺമിറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളത് മറക്കാൻ പാടില്ല. അതുകൊണ്ട് ധാർമ്മികമായ ഒരു പ്രതിപക്ഷം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം. ആ റോൾ ഏറ്റെടുക്കുന്നതിൽ ഒരാളായിട്ട് മാറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഞാൻ ഇവിടുത്തെ വോട്ടർമാരുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അവർ എൻ്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എത്ര വോട്ടിന് ജയിക്കും? ഇവിടെ ഒരു 35,000 വോട്ടിനെങ്കിലും ജയിക്കണം എന്നാണ് ആഗ്രഹം. അതിനനുസൃതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ശോഭ എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞാൽ പിന്നീട് സെൽഫ്. അപ്പൊ ശോഭയ്ക്ക് കുറച്ച് വോട്ടുണ്ട്, അതെല്ലാ പാർലമെന്റിലും എല്ലാ അസംബ്ലിയിലും കിട്ടിയിട്ടുണ്ട്, അത് പാലക്കാടും കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ടാകും. ഒരു അണ്ടർ കറണ്ട് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ എത്ര BJP സീറ്റ് നേടും? അല്ല, BJPക്ക് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് കരുതിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു. കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മത്സരിക്കുന്നു. NDAയുടെ ഘടകകക്ഷികളും മത്സരിക്കുന്നു. ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് കേരള BJP പ്രവർത്തകർ കാത്തിരിക്കുന്നത്. കേരളത്തിൽ BJPയുടെ അടിത്തറ പാകുന്നതിൽ നിർണായക പങ്കുവച്ച ശോഭാ സുരേന്ദ്രൻ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും തീച്ചുഴിയിൽ നിന്നും വളർന്നു വന്ന അനുഭവങ്ങളിൽ നിന്നും വളർന്ന അവർ ഇന്ന് പാലക്കാട് മത്സരിക്കുന്നു. അവരെ വിജയിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. അവർ നിയമസഭയിൽ എത്തേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. കാരണം ആരുടെയും മുന്നിൽ മുട്ടുമടക്കാതെ തൻ്റെ പൂർവ്വം നിയമസഭയിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയും. അത് ഈ നാടിന് വേണ്ടിയായിരിക്കും. അവർ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ.